പോണ്ടേ? വേണ്ട പോണ്ട, സുനാമി വരും. സുനാമിയോ? പടാ സുനാമി വരും. നിങ്ങൾ ആര് പറഞ്ഞു? സുനാമി സത്യമായിട്ട് സുനാമി വരുമോ? എന്തൊക്കെയായിരുന്നു നമുക്ക് പോയാൽ പറ്റത്തുള്ളൂ. വാ, നീ പെട്ടെന്ന് റെഡിയാ നോക്ക്. അമ്മ ചേച്ചി, എടി അമ്മ നീ വരുന്നില്ലേടി? ശ്യാമ ചേച്ചിയുടെ വീടിന്റെ പാലച്ചിലിന്ന്. ഓ ശരിയാണല്ലോ, ഞാൻ വരുന്നുണ്ട്. അമ്മ അവിടെ റെഡി ആകുമായിരുന്നു. അയ്യോ ഞാനാണെങ്കിലേ ആ കടൽക്കര വരെ ഒന്ന് പോയി. ഓ എന്റെ പൊന്നെ, ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിട്ട് ഈ സുനാമി അല്ലാതെ ഞാൻ പേടിച്ചു പോയി. ഇപ്പുറത്തെ സൈഡിൽ കൂടെ എന്താ വന്ന്? വെള്ളോടി. ഞാൻ നോക്കുമ്പോ കരയുടെ ഇപ്പുറത്തൂടെ വെള്ളം വരുന്നു. ഞാൻ പെട്ടെന്ന് ഓടിക്കളഞ്ഞു അവിടുന്ന്. സുനാമി വരും ഇവ പറഞ്ഞോടി. അയ്യോ പറഞ്ഞതേ പറഞ്ഞതേ ഉള്ളൂ സുനാമി വരും. നമ്മളെ അതുകൊണ്ട് പാലച്ചിന് പോകണ്ടെന്ന് അവൻ പറയുവാ. അപ്പൊ അവൻ പറഞ്ഞ കറക്റ്റ് ആയല്ലോ. സുനാമിയുടെ ഏകദേശം രൂപമാണ് ഞാൻ കണ്ടത്. എടി നമുക്കൊന്നൊരു കാര്യം ചെയ്യാം, മേലേക്കാവിൽ കൂടെ പോവാം. അതാ ഐഡിയ. അതോടെ ആകുമ്പോഴത്തേക്കും സുനാമി ഒന്നും പേടിക്കണ്ട. എന്റെ പൊന്നെ, ഇനി ഞാൻ അടുത്തത് തീയാന്ന്. ഇനി കാട്ടുതീയെല്ലാം പിടിക്കൂടി. അവൻ പറയുന്നൊക്കെ ഏകദേശം സത്യമായിട്ട് വരും. കിട്ടിയ നമുക്ക് നോക്കാം. വാ പെട്ടെന്ന് വാ, റെഡിയാവും. പുലി കടിക്കും ബെസ്റ്റ്. എന്തൊക്കെ അടിയും പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ കാട്ടുതീയായി, പുലിയായി. എന്റെ പൊന്നെ എങ്ങനെ വഴി പോകും ഇനി? അതിനേക്കാൾ നല്ല താഴെ കൂടെ പോകുന്ന സുനാമിയിട്ട് അത്രയും പേടിക്കണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോ. ഈ പിള്ളേർ പറഞ്ഞിട്ട് ഈ മേലേക്കാവ് വഴിയൊക്കെ വന്നത് എനിക്കറിയത്തില്ല ഏത് വഴിയാണ് പോകുന്നത്. വഴി തെറ്റിന്ന് തോന്നുന്നു. ഈ കാട്ടിൽ കൂടെ വരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഓ സുനാമി, നിങ്ങൾ അവൻ്റെ സുനാമി ഇവിടെ എവിടെ ഉണ്ടായി സുനാമി? ഞാൻ വാർത്തയിലും കണ്ടു. നിന്റെ പിള്ളേർ വെറുതെ പറഞ്ഞ കയറ്റം ഇറക്കം ഇറങ്ങി വയ്യ. കുട്ടുമ്പനാണോ സൗണ്ട് ഉണ്ടാക്കി? എന്താണ് നിങ്ങൾക്ക് അഹങ്കാരം? ദൈവമേ, സൗണ്ട് കേൾക്കുന്ന പിള്ളേരെ ശരിക്കും പുലി തന്നെയാവോ? അയ്യോ രക്ഷിക്കണേ, പുലി കടിക്കുന്നേ. അയ്യോ അവിടെ ഇല്ലേ പുലി? സത്യമാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പുലിയെ കണ്ടോ? 2 പുലിയുണ്ട്. ഓടിക്കോടി നിൽക്കട്ടെ, പെട്ടെന്ന് വാ. എന്നൊക്കെ നിങ്ങൾ വന്നോണ്ടാ പുലി അണങ്ങിയത്. സത്യമാണോ? അയ്യോ ഞങ്ങൾ വന്നിട്ടാണ് നിങ്ങളെ പുലിന്ന് രക്ഷിച്ചതല്ലേ? നേരത്തെ അറിയല്ലേ? നേരത്തെ സുനാമി വരുന്നു പറഞ്ഞു, അതുള്ള കാര്യമായിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പൊ പുലിയുടെ കാര്യം പറഞ്ഞു, അതും ഉള്ളത്. പിന്നെ കാട്ടുതീ മാത്രമേ ഉള്ളൂ പിന്നെ വരാഞ്ഞത്. കാട്ടതില്ലേ? കാട്ടതി മോസ്റ്റർ. മാമനോ 60 years ആവത്തുള്ളൂ. ഓ നിങ്ങക്ക് 60 30 എത്ര ആവട്ടെ. ഞാനിപ്പോ അതല്ല കാട്ടുതീ നോക്കൂ നിങ്ങള്. അയ്യേ ഈ ചേട്ടന് 16 വയസ്സുള്ളൂ. കണ്ടാ പറയത്തില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ 30 വയസ്സുള്ള അമ്മാവനെ പറ്റിക്കുന്നു. മഴ ഓടിയുന്ന മഴ ഉണ്ടെങ്കിൽ മാടി നിൽക്കേ. മരം ഒന്നും ഇങ്ങോട്ടൊക്കെ വീഴത്തൊന്നുമില്ല. അയ്യോ തോന്നുന്നു അമ്മ ഓടിപ്പോയി. മക്കളെ ഞാൻ അമ്മയുടെ അമ്മയെ പറഞ്ഞു വിടാം. ഞാനങ്ങ് പോകുമ്പോ എനിക്ക് വയ്യ ഇനി നിൽക്കാൻ. നടന്ന് എന്റെ ഇടപാട് തീർന്നു. ആന്റി ആ മേലക്കാവിൽ ചെന്നപ്പോഴേ വഴക്കായിരുന്നല്ലോ. ആന്റി പോട്ടെ, എന്റെ അമ്മ വന്നോളൂ. അല്ല നിന്റെ അമ്മ എന്താ നേരത്തെ വരാഞ്ഞേ? അമ്മയ്ക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ആയെങ്കിലും നിന്റെ അമ്മയൊക്കെ വന്നല്ലോ. എന്നാ പിന്നെ ആരെങ്കിലും ഒരാൾ പോയാൽ മതി എന്ന് പറഞ്ഞ എന്റെ അമ്മ വരാഞ്ഞത്. പിന്നിപ്പോ ആന്റി വരുന്നുണ്ടെങ്കിലേ മറ്റേതൊക്കെ പോട്ടെ. മറ്റേ ആ ചേട്ടൻ പറഞ്ഞ ശരിയായിരുന്നു. എവിടെയാണ്? ഓടിക്കാം, തീ കത്തുന്നേ, തീ കത്തുന്ന മരേ, ഓടിക്കാം. എന്റെ പൊന്നി, അവിടുന്ന് ഒരുവിധം ഓടി രക്ഷപ്പെട്ട്. അല്ല ഈ ചേട്ടൻ നമ്മളെ പുറകെ നടക്കുന്നേ? ചേട്ടൻ ചേട്ടൻ അങ്ങോട്ട് ഓടി വന്നേ? പേടിയാ, വീടില്ല. അച്ചോടാ പാവം, വീടില്ലേ? അവിടെ കാട്ടില്ല താമസിക്കുന്ന, വെളിയിൽ നിന്ന്. അയ്യോ കാട്ടിലാണ് താമസം. അയ്യോ ഇനി അവിടെ പോയി താമസിക്കണ്ട കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും സെറ്റിൽ ആകാൻ നോക്ക്. ശരിയാ, നല്ലൊരു ചേട്ടനായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ എങ്ങനെ കൊണ്ടുപോകാനാ? ചേട്ടൻ എന്തായാലും ചേട്ടൻ ഇവിടെ അങ്ങനെ വേറെ എവിടെ ജോലിയൊക്കെ നോക്കി ഇവിടെ സെറ്റിൽ ആകാൻ നോക്കാട്ടോ. നീ കാട്ടോട്ട് പോകണ്ട, പുതിയെല്ലാം പിടിച്ചാലോ. പാവല്ലേടി. എനിക്കറിയാടി, നമ്മളിപ്പോ അറിയാത്ത ആളെ നമ്മുടെ വീട്ടിൽ കെട്ടി താമസിക്കാൻ പറ്റുമോ? നമ്മളെ അച്ഛനെ സമ്മതിക്കത്തില്ല. നമ്മൾ സമ്മതിച്ചാൽ തന്നെ. എന്റെ അമ്മയെ കാണുന്നില്ലല്ലോ. അതോ വരുന്നു. ഇത് കൊള്ളാലോ. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയോ? ഞാൻ വേറൊരു വഴിക്ക് ഒരുങ്ങി പോകാനിരുന്ന അപ്പോഴാണ് നിങ്ങളുടെ അമ്മ വന്ന് എന്നെ വിളിച്ചത്. ഞാനെങ്കിൽ വരാനിരുന്നു ശ്യാമിനിയുടെ വീട് പാലുകാച്ചിന്. പിന്നെ ഞാനെങ്കിൽ പോന്ന്. അങ്ങോട്ട് നടന്നിട്ട് എന്ത് കാര്യം? നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ബസ്സേ കയറി പോവാം. പിന്നെ എങ്ങനെ പോവാനാ? കാറല്ലോ. പിന്നെ എൻ്റെ ഒന്നും പൈസ ഒന്നും ഇല്ല. കാറിലൊന്നും പോകണ്ട, ബസ് ഇപ്പോൾ വരും.
ആ കാറിൽ AC ഒക്കെ ഉണ്ട് എന്ന് വെച്ച് പൈസ വേണ്ടേ? പ്ലീസ് ആന്റി അവിടെ പൈസ ഒക്കെ ഉണ്ട് അമ്മ തന്നു എൻ്റെ കയ്യിലുണ്ട്. ആ അവന്റെ പൈസ കണ്ട ആന്റി ഞാൻ നോക്ക് നാളെ തന്നെ പോവാം. അയ്യോ പാവം. എന്നാ പിന്നെ ഞാൻ തന്നെ എടുത്തോളാം. അയ്യോ പാവക്കാര്. എന്നാ നമുക്ക് എന്താ കാലത്ത് തന്നെ പോവാം. ഞാൻ തന്നെ പൈസ എടുത്തോളാം കേട്ടോ. താങ്ക് യു ആന്റി. നല്ല ചേച്ചി. എന്താണ് കൂട്ടുകാരെ ആന്റി ഞാൻ ചേച്ചിനെ വിളിക്കുന്നത്? അമ്മയുടെ ഇപ്പൊ ചേച്ചിനെ കൊണ്ടതായിരിക്കും. ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിയില്ലേ? ആ അതാ അതാ. ആന്റി ഒരു കാർ വരുന്നുണ്ട്. ദാ കൈ കാണിക്കട്ടെ. ആ അയ്യോ അത് നിർത്തിയാൽ മതിയായിരുന്നു. അയ്യോ കുട്ടുമൻ എവിടെയാണ് ഇരിക്കുന്നത്? ആന്റിയുടെ മടിയിലോ? എനിക്ക് സ്ഥലം കാണണം. നിങ്ങൾക്ക് എങ്ങോട്ടാ പോണ്ടേ? മടൂരിനല്ലേ പോണ്ടേ? ആ മടവൂര് തന്നെ. അതിന്റെ ആ ജംഗ്ഷനിൽ നിർത്തിയാൽ മതിയേ. ജംഗ്ഷനിലോട്ട് പോകാൻ പാടായിരിക്കും. ഞാനെങ്കിലേ ആ ക്രോസ് കട്ട് വഴി പിന്നെ ജംഗ്ഷനിൽ ഇപ്പോഴത്തെ ഒരു കവലയുണ്ടല്ലോ, ആ കവലയെ കൊണ്ട് നിർത്തി തരാം. അതെന്താ ജംഗ്ഷനിൽ പോകത്തെന്താ? നിങ്ങൾ എവിടെ ആയിരുന്നു അറിഞ്ഞില്ലേ? ഇപ്പൊ അവിടെ വെള്ളപ്പൊക്കോ? അതെ, കടലിലെ വെള്ളം വന്ന് കയറിയതാ. സുനാമിയായിട്ടുണ്ടായില്ല, കടൽക്ഷോഭം ഉണ്ടായിരുന്നു. കുറെ വെള്ളം കയറി അവിടെ. ഉപ്പുള്ളതാണെങ്കിലേ ആ വാഴത്തോട്ടത്തിലെല്ലാം കയറി. കുറെ വാഴയൊക്കെ പോയെന്ന് തോന്നുന്നു. ഞാനതുകൊണ്ട് വേറെ വഴിയാണ് തിരിച്ചു വിടുന്നത്. നമ്മൾ ആ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡേ കൂടെ അല്ല പോകുന്നത്. ഷോ അതുവഴി പോകാൻ പറ്റൂലേ? ഇനിയിപ്പോൾ ഏത് വഴി നിങ്ങൾക്ക് അറിയാമോ വഴിയൊക്കെ? ഒരുപാട് ലേറ്റാവോ? ഈ പിള്ളേർ നേരത്തെ ഇറങ്ങിയതാ. അതുകൊണ്ട് ഇവരാണെങ്കിൽ മേലക്കാവ് വഴിയൊക്കെ പോയി അവിടെ ചെന്ന് എന്തോ പുലിയെ കണ്ട് ഓടിയെന്നൊക്കെ ഇവർ അമ്മ എന്ന് പറഞ്ഞ്. അവർ അമ്മ പിന്നെ വീട്ടിൽ പോയി നടന്ന് ഈ പിള്ളേർ പിന്നെ ഈ പിള്ളേരെ കൊണ്ട് ഞാൻ പിന്നെ പോവാ. ഞങ്ങളെ ഒരു പാലുകാച്ചുണ്ട്, അതിനാണ് പോകുന്നത്. ആ അങ്ങനെ അധികം ലേറ്റാവും തോന്നുന്നില്ല. ഇപ്പൊ തന്നെ വൈകിട്ട് 5 മണിയായില്ലേ? നമുക്ക് നോക്കാം. ആ അത് ശരിയാ. കുറച്ച് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് എത്താൻ പറ്റും അവിടെ. ഇത് മാക്സിമം സ്പീഡാ. ഇനി കുറച്ച് സ്പീഡ് കുറയും, കാരണം കയറ്റം ഇറക്കമൊക്കെ ഇനി. ആ അതുവഴി തന്നെ നമുക്ക്. പക്ഷെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് പോകാന്നെങ്കിൽ ആ കയറ്റം കയറേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ആ കയറ്റം കയറി വേണം പോവാന്. ആ ഇത് കുറച്ച് കാടല്ലേ, അതാ ഞാൻ കാടിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. ഷോ വെള്ളം കയറാൻ കണ്ട നേരം. അല്ലെങ്കിൽ നമുക്ക് ആ സ്ട്രേറ്റ് ആയിട്ട് നേരെ അങ്ങ് പോകായിരുന്നു. കയ്യോ? എന്തോ കയ്യ്? അത് ശരിയാ. മോൻ അങ്ങോട്ട് നോക്കണ്ട, സൈഡിലോട്ട്. കൊച്ചു പിള്ളേർക്ക് ഓരോന്ന് കാണാൻ പറ്റും. ആ അത് തന്നെ, പ്രേതത്തെ കാണാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങളെ കൊണ്ട് സന്ധ്യ കഴിഞ്ഞ് പുറത്തൊന്നും ഇറങ്ങരുതെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടായി കുഞ്ഞുങ്ങൾ ഇങ്ങനെ കാണും. അതുകൊണ്ട് അവരെ കൊണ്ട് സന്ധ്യ കഴിഞ്ഞ് പുറത്തിറങ്ങരുതെന്നൊക്കെ പറയുന്നത്. മോനെ വെറുതെ പേടിപ്പിക്കല്ലേ പിള്ളേരെ കൂടെ. എന്തൊരു കട്ടറായിരുന്നു, കണ്ടില്ലായിരുന്നു കട്ടർ? സോറി അതേപോലുള്ള വഴി ഇത്. അതുകൊണ്ടാണ് എന്നെ കുറ്റം പറഞ്ഞ കാര്യം. എനിക്ക് രാത്രി കണ്ണുപോലും കാണുന്നില്ല. നോക്കി പതുക്കെ സൂക്ഷിച്ച് ഓടിച്ചാൽ മതി. അത് പിന്നെ നല്ല റോഡല്ലായിരുന്നു മോളെ. ഇനിയിപ്പം റോഡ് മോശം, അതുകൊണ്ടാ. ഇനി പതുക്കെ പോയാൽ മതി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നില്ലേ മക്കളെ? ഇനിയിപ്പോൾ അവരുടെ ചടങ്ങിന് പങ്കെടുക്കാൻ നമ്മളങ്ങനെ പോകുന്നത് മോശമല്ലേ? എന്തായാലും നമ്മൾ കാറിലല്ലേ, കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചടങ്ങ് കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചങ്ങ് പോകാം. ആ അത് കൊള്ളാം. പിന്നെ അതൊക്കെ രാവിലെ ആയിരുന്നു പാല് കാച്ചൊക്കെ. പിന്നെ വൈകിട്ട് വരെ ആൾക്കാർ പോവല്ലോ. അങ്ങനെ കുട്ടുമോൻ കറുത്ത കൈ കണ്ടിട്ട് പേടിച്ച് വരണ്ടിരിക്കുക. എല്ലാവരും ഇത് കേട്ടിട്ട് ഭയന്നിരിക്കുക. അവർക്ക് എവിടെയാ വഴിയെന്ന് ഒരു തിട്ടവും ഇല്ല. ഇങ്ങനെ പോയി എവിടെ എത്തിപ്പെടുമെന്ന് അവർക്കറിയാൻ വയ്യ. അവസാനം കുട്ടുമോന് പേടിയായി. കുട്ടുമോൻ ഇപ്പുറത്തെ സൈഡിൽ ഇരുത്തി. അങ്ങനെ അവർ യാത്ര തുടർന്നു. പക്ഷേ ആകെപ്പാടെ ടെൻഷനും പേടി എല്ലാവരുടെയും മുഖത്ത് തെളിയുന്നുണ്ട്. ഇനി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അവർക്ക് അറിയാൻ പാടില്ല. ഇത്ര നേരം നമ്മൾ കറങ്ങി നടന്നിട്ട് വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. എവിടെയെങ്കിലും നിർത്തിനി തിരിച്ചെങ്കിലും പോകാം. സോറി മാഡം, എൻ്റെ കുറ്റമല്ല. ഇത് ഇങ്ങനെ വഴിയെങ്കിൽ ആകപ്പാടെ അങ്ങോട്ട് ഇങ്ങോട്ടും ആയിപ്പോയി. എനിക്കങ്ങനെ ഒരു തിട്ടം ഇല്ലാതായിപ്പോയി. സോറി മാഡം. ഞാൻ ഈ വഴി വന്നിട്ടുള്ളൂ, പക്ഷേ ഇങ്ങനെ ആകപ്പാടെ മറന്നുപോയി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് എൻ്റെ വഴിയൊക്കെ കിടക്കുന്നത്. ഞാൻ കുറേ നാളായി ഈ വഴി വന്നിട്ട്. അയ്യോ സോറി മാഡം, എനിക്ക് ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയി നമ്മൾ പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ് ഇവിടെ നിർത്താൻ നോക്ക്. ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം ആദ്യം. ഞാൻ അതാ പറഞ്ഞു, ഇവിടെ നിർത്തും നിങ്ങൾ വണ്ടി. എവിടെ ആ സൈഡിലാണോ? ആ ദേ ഇതുവഴി ഒരു വഴിയുണ്ട്. കണ്ടേ, ലെഫ്റ്റ് പോ. ആ നേരെ പോയിട്ട് ലെഫ്റ്റ് പോ. ആ അവിടെ ഒരു ബംഗ്ലാവ് തോന്നില്ലേ കാണുന്നത്. നമുക്ക് അവിടെ കയറി ആരുടെയും ചോദിക്കാം. നിങ്ങൾ പെട്ടെന്ന് അകത്ത് എന്നിട്ട് ആരോടെങ്കിലും ചോദിക്കുക എങ്ങോട്ടാ വഴി എന്നുള്ളത്. നമുക്ക് പോകേണ്ട മടവൂരല്ലേ? അത് എങ്ങോട്ടാ പോകുന്നത് ചോദിച്ചിട്ടോ, അകത്ത് പോയി ചോദിച്ചിട്ടോ. അത് പിന്നെ എനിക്ക് ആകെപ്പാടെ എന്തോ ഒരു പേടി പോലെ. നിങ്ങൾ ആരെങ്കിലും ഒരാളും കൂടെ ഒന്ന് വരുമോ അകത്തോട്ട്?
ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോകും? നമുക്ക് എല്ലാവരും കൂടെ ഒന്നിച്ചൊക്കെ പോയാലോ അകത്തോട്ട്? ഈ വീട് കണ്ടിട്ട് ആൾത്താമസം ഉള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷെ ലൈറ്റ് ഇട്ടേക്കുന്നുണ്ട്. എന്ത്ര വീട് ഇത്? എങ്ങനെ വീട്ടിലൊക്കെ ആള് താമസിക്കൂ? ഏതാണ്ട് സൗണ്ട് കേട്ടല്ലോ അകത്ത് പാത്രം കണ്ടു വീഴുന്നേ. അപ്പോൾ ആൾ കാണാതിരിക്കത്തില്ലായിരിക്കും. കണ്ടിട്ട് പോലെ ഉറ്റിക്കൊരു വീട് പോലെ ഇരിക്കുന്നു. എടാ നീ ഒന്ന് പേടിപ്പിക്കാതിരിക്കടാ. ഒന്നാം മനുഷ്യൻ പേടിച്ചിരിക്കും, അതിൻ്റെ കൂടെ അവൻ പേടിച്ചോളുക. നിങ്ങളെ കൂടെ മോന് വരാവോ? എന്താ പറയുക, ഞങ്ങളുടെ പോയിട്ട് വരട്ടെ? പക്ഷേ എങ്ങനെ ഇവൻ കൊച്ചു കുഞ്ഞെത്തിയോ എനിക്ക്? പക്ഷേ ഇവനെ കൊണ്ടുപോയ ഒരു ധൈര്യം കിട്ടത്തില്ല. നിങ്ങളാരെങ്കിലും വന്നായിരുന്നെങ്കിൽ. നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് പോയി ചോദിക്കും മനുഷ്യ. നിങ്ങളത് ഒരു ആണല്ലേ, ഒരു കൊച്ചു കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് വയ്യ പോകാൻ. അവസാനം കാറിൻ്റെ ഡ്രൈവർ ഒറ്റയ്ക്കകത്ത് പോയി ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അയാൾ പതിയെ അകത്തോട്ട് പോയി. പക്ഷെ എല്ലാവരും പേടിച്ച് ഭയന്ന് നിൽക്കുക. ഇനി എന്താ നടക്കാൻ പോണെന്ന് അറിയില്ല.